നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നേടിയ ആധികാരിക വിജയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതിന് തെളിവ് കൂടെയാണ് നിലമ്പൂരിലെ വിധിയെഴുത്ത്. നിലമ്പൂർ പരമ്പരാഗതമായി തന്നെ ഒരു UDF മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിൽ നിന്നും PV അൻവർ ഇടതുപാളയത്തിൽ എത്തിയപ്പോഴാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും CPM-ന് വിജയിക്കാൻ കഴിഞ്ഞത്. അതാകട്ടെ കുറച്ച് വോട്ടുകൾ അൻവറിന് ചോർത്താൻ സാധിച്ചതിനെ തുടർന്ന്. അൻവർ രാജിവെച്ച് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് മത്സരിച്ച ഈ ഉപതിരഞ്ഞെടുപ്പിൽ പലതരത്തിലും ധ്രുവീകരണങ്ങൾ ഉണ്ടായി. അൻവർ പിടിച്ച വോട്ട് നിസ്സാരമല്ല. സിറ്റിംഗ് MLA രാജിവെച്ച് എതിരായി മത്സരിച്ച കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി വോട്ടുകൾ സംരക്ഷിച്ചു നിർത്താൻ CPM-ന് സാധിച്ചു. ഇതവർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6660 വോട്ടുകൾ നേടാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന് നിലമ്പൂരിൽ സാധിച്ചിട്ടുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് CPM ആണെന്നത് ഓർത്തുവെക്കണം. എന്നാൽ UDF-ന്റെ അവസ്ഥ അതല്ല. അവിടെ മുസ്ലിം ലീഗിന്റെ കരുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറം ചില ഘടകങ്ങൾ സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. വനമേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനം. നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ വനമേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമായി സർക്കാർ മാറിയിട്ടുണ്ട്. ഈ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി തന്നെയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനം പോലും ഉയർന്നു. തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വേണ്ടി വച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടയിലാണ്. ഇത് CPM-ന് തിരിച്ചടിയായി. UDF-ന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് വഴിക്കടവിലെ സംഭവമെന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് തന്നെ വനമന്ത്രി AK ശശീന്ദ്രനാണ്. ഈ പറച്ചിലും CPM-നെ കുഴപ്പത്തിലാക്കി. ഈ പ്രസ്താവനയെ തുടർന്ന് CPM വല്ലാതെ ശ്വാസം മുട്ടി. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിലാണ് അടുത്തതായി CPM-നെ പ്രതിസന്ധിയിലാക്കിയത്. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അടിയന്തരാവസ്ഥ ഘട്ടം വന്നപ്പോൾ CPM RSS-ഉമായി ചേർന്നിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതും CPM-ന്റെ പെട്ടിയിലെ വോട്ട് ചോർത്തിക്കളഞ്ഞു.